നമസ്കാരം. ഇന്നൊരു ചിത്രത്തിൽ നിന്നാണ് സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നത്. ADGP MR അജിത് കുമാർ ഒരു തവണയല്ല 3 തവണ RSS നേതാക്കളെ കണ്ടു എന്ന വിവരമാണ് പുറത്തുവന്നത്. ഇതിനിടെ പുറത്തുവരാത്ത അനേകം കൂടിക്കാഴ്ചകൾ ഉണ്ടെന്ന് മുൻ MLA അനിൽ അക്കരെയാണ് തുറന്നടിച്ചത്. ഈ സാഹചര്യത്തിൽ ഈ ചിത്രം ഒന്ന് കാണുക. ആ ധ്വജപ്രണാമം നടത്തുന്നയാൾ കേരളത്തിന്റെ DGP ആയിരുന്നു. ഈ ധ്വജപ്രണാമത്തിന് ശേഷവും സർവീസിൽ തുടർന്ന ജേക്കബ് തോമസ് ആണിത്. ജേക്കബ് തോമസിനൊപ്പം ധ്വജത്തിനടുത്ത് പ്രണാമം നടത്തുന്നയാളാണ് വത്സൻ തില്ലങ്കേരി. ഈ വത്സൻ തില്ലങ്കേരിയുമായി വയനാട്ടിൽ വച്ച് കൂടിക്കണ്ടതിനാണ് ഇപ്പോഴത്തെ ADGP MR അജിത് കുമാർ ഒടുവിൽ വടി പിടിച്ചത്. വടി പിടിക്കുക എന്നാൽ കുഴപ്പത്തിലാവുക എന്ന് മാത്രമല്ല, RSSന്റെ 6 അടി നീളമുള്ള മുളവടി പിടിക്കുക എന്നുകൂടിയാണ്. 2 അടിയും 8 ഇഞ്ചും മാത്രം നീളമുള്ള മുളവടിയായ ലാത്തി പിടിക്കാൻ മാത്രം അനുവാദമുള്ളവർ വേലിയിൽ കുത്തിവച്ചിരിക്കുന്ന വാരിക്കുന്തങ്ങൾ വരെ എടുത്ത് തോളത്ത് വയ്ക്കുന്ന ചരിത്രം തുടരുകയാണ്. MR അജിത് കുമാർ ഇപ്പോൾ നേരിടുന്ന ഈ നടപടി കേരള ചരിത്രത്തിലെ അസാധാരണ അധ്യായമാണ്. DGP ആയിരുന്ന ജേക്കബ് തോമസ് വിരമിക്കുമ്പോൾ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന്റെ MD ആയിരുന്നു. അവിടെ 4 തവണയാണ് ജേക്കബ് തോമസ് ജോലിക്ക് ഹാജരായത്. ഒന്ന് ജോലിക്ക് ചേരാൻ, അവസാനം പിരിയാൻ. ഇത് രണ്ടുമല്ലാതെ 2 തവണ കൂടി ഇടയ്ക്കെത്തി. അതിൽ ഒരു തവണ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിൽ 101 വെട്ടിയാലും വായ്ത്തല തേയാത്ത മഴു നിർമ്മിക്കും എന്ന വാർത്താ സമ്മേളനം നടത്താനായിരുന്നു. TP ചന്ദ്രശേഖരനെതിരായ 51 വെട്ട് സജീവ ചർച്ചയായ കാലത്തായിരുന്നു ആ വാർത്താ സമ്മേളനം. പിന്നെ പോയത് ആ മഴു പുറത്തിറക്കുന്ന ചടങ്ങിനും. സർവീസിലിരിക്കെ തന്നെ RSSന്റെ കൊച്ചി മാവേലിപുരത്തെ ശാഖയിൽ പങ്കെടുത്ത് ധ്വജപ്രണാമം നടത്തിയത് സസ്പെൻഷനിൽ ഇരിക്കുന്ന കാലത്താണെന്ന് ന്യായീകരിക്കാം. എന്നാൽ ആ സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ അന്ത്യചർച്ചയിൽ പങ്കെടുത്ത് ജേക്കബ് തോമസ് പറഞ്ഞത് ഇന്ത്യയിലെ യുവാക്കളെല്ലാം RSSൽ ചേരണം എന്നാണ്. ഏതായാലും ആ ജേക്കബ് തോമസ് ഇപ്പോൾ RSSൽ ഉണ്ടോ എന്ന് വത്സൻ തില്ലങ്കേരിക്ക് പോലും അറിയില്ല. ജേക്കബ് തോമസിനെതിരെ നിരവധി തവണ അച്ചടക്ക നടപടികൾ ഉണ്ടായി. അതൊന്നും RSS ബന്ധത്തിന്റെ പേരിൽ ആയിരുന്നില്ല. എല്ലാം പുസ്തകമെഴുതിയതിനും അഴിമതിക്കുറ്റത്തിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ പേരിലും ഒക്കെയായിരുന്നു. തമിഴ്നാട്ടിൽ 200 ഏക്കറിലേറെ അധികം ഭൂമി സമ്പാദിച്ചതിൽ അന്നത്തെ ആദായ നികുതി വകുപ്പെടുത്ത കേസും റെയ്ഡും RSS ശാഖാ സന്ദർശനത്തിന് ശേഷം എവിടെയും എത്താതെ അവസാനിക്കുകയും ചെയ്തു. TP സെൻകുമാർ DGP ആയതു മുതൽ നിരവധി തവണ RSS BJP നേതാക്കളെ കണ്ടു എന്ന ആരോപണം നേരിട്ടയാളാണ്. DGP നിയമനം കിട്ടാത്തതിന് കേസുമായി നടന്ന കാലത്ത് ഡൽഹിയിൽ BJP നേതാക്കളെ കണ്ടു എന്ന ആരോപണവും നേരിട്ടു. സർവീസിന്റെ അവസാന കാലമായപ്പോഴേക്കും പല വിധത്തിൽ അത് മറനീക്കി പുറത്തു വന്നു. വിരമിച്ചപ്പോൾ BJP നേതാവുമായി. പക്ഷേ സെൻകുമാറും ഒരിക്കൽ പോലും നടപടി നേരിട്ടത് BJP RSS ബന്ധത്തിന്റെ പേരിലല്ല. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും ദീർഘമായി സർവീസിലുണ്ടായിരുന്ന DGPയാണ് ലോക്നാഥ് ബെഹ്റ. കേരള കേഡർ ആണെങ്കിലും NIAയുടെ സ്ഥാപക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേന്ദ്രവുമായാണ് കൂടുതൽ ബന്ധം. അമിത്ഷായുടെ മാനസപുത്രനാണ് എന്ന് ആരോപിക്കപ്പെട്ട ബെഹ്റ നിരവധി തവണ BJP RSS നേതാക്കളെ കണ്ടു എന്ന് വിവാദത്തിലായതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രവുമായുള്ള പാലം എന്നുവരെ കോൺഗ്രസ് നിയമസഭയിൽ ആരോപിച്ചു. ആ ബെഹ്റ സർവീസിലെ തുടക്കകാലത്ത് കൊച്ചി പനമ്പള്ളി നഗറിൽ മുഖ്യമന്ത്രി കരുണാകരന്റെ വസതിയിൽ പത്മജയുടെ കുട്ടികളുമായി ആന കളിക്കുന്ന ചിത്രം പത്രങ്ങളിൽ അച്ചടിച്ചു വന്നതാണ്. പത്മജ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയപ്പോൾ ഇടനിലക്കാരൻ ബെഹ്റയാണ് എന്നുവരെ ആരോപണവും ഉയർന്നതാണ്. ആ ബെഹ്റയ്ക്കും BJP ബന്ധത്തിന്റെ പേരിൽ ഒരു നടപടിയും നേരിടേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട് അജിത് കുമാർ? പൂരം കലങ്ങി എന്നത് ഒരു ക്രമസമാധാന പ്രശ്നമല്ല, അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. അതിന്റെ പേരിലാണ് അജിത് കുമാർ നടപടി നേരിടുന്നത്. RSS നേതാക്കളെ കണ്ടു എന്നതല്ല കുറ്റമെങ്കിലും ആ കൂടിക്കാഴ്ചകൾക്ക് ഈ കേസുമായി അറിഞ്ഞോ അറിയാതെയോ ബന്ധവും ആരോപിക്കപ്പെടുന്നു. RSSനും BJPക്കും അനുകൂലമാകും വിധം പൂരം അലങ്കോലമായി എന്നാണ് കുറ്റം. അതാണ് സുരേഷ് ഗോപിയുടെ ജയത്തിന് വഴിയൊരുക്കിയത് എന്നും ആരോപിക്കപ്പെടുന്നു. ശരിക്കും ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിൽ, അതിലെ വിധിയെഴുത്തിന്റെ പേരിൽ
പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രതിസ്ഥാനത്ത് വരുന്നത് ഇതാദ്യമാണ്. എം.ആർ. അജിത് കുമാറിനെതിരെ PV അൻവർ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും RSS കൂടിക്കാഴ്ച ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ആദ്യത്തെ കൂടിക്കാഴ്ചയുടെ സമയവും യാത്രാ വിവരണവും ഉൾപ്പെടെ പറഞ്ഞതും പ്രതിപക്ഷ നേതാവാണ്. PV അൻവർ ഉന്നയിച്ചത് പ്രധാനമായും സ്വർണം പൊട്ടിക്കൽ കേസും അനധികൃത സ്വത്ത് സമ്പാദന കേസുമാണ്. അതിൽ രണ്ടിലും ഏതായാലും നടപടി ഉണ്ടായിട്ടില്ല. പൂരം കലങ്ങിയതിന്റെ പേരിൽ നടപടി ഉണ്ടാവുകയും ചെയ്യുന്നു. ജയറാം രമേശും ലക്ഷ്മണയും നടപടി നേരിട്ടത് കരുണാകരനുമായുള്ള കൂടിക്കാഴ്ചകളുടെ പേരിലല്ല, സർവീസിലെ വീഴ്ചകളുടെ പേരിലാണ്. കേരളത്തിൽ ഏറ്റവും ആദ്യം രാഷ്ട്രീയ ആരോപണം നേരിട്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ മലയാറ്റൂർ രാമകൃഷ്ണനാണ്. തിരുക്കൊച്ചി നിയമസഭയിലേക്ക് നന്നേ ചെറുപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റിട്ടുണ്ട് മലയാറ്റൂർ രാമകൃഷ്ണൻ. അന്ന് പട്ടം താണുപിള്ളയായിരുന്നു തിരുക്കൊച്ചി മുഖ്യമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മജിസ്ട്രേറ്റ് നിയമന പട്ടികയിൽ 1ാം റാങ്കോടെ മലയാറ്റൂർ ഇടം പിടിച്ചു. നിയമനം നൽകാൻ പട്ടം തയ്യാറായില്ല. നിയമസഭയിൽ വിഷയം ഉന്നയിച്ചത് TV തോമസാണ്. അന്ന് പട്ടം നൽകിയ മറുപടി മലയാറ്റൂർ രാമകൃഷ്ണനല്ല, സാക്ഷാൽ കൈലാസം ശ്രീ പരമേശ്വരൻ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ സർക്കാർ നിയമനം നൽകില്ല എന്നായിരുന്നു. ആ മലയാറ്റൂർ പിന്നീട് സിവിൽ സർവീസിൽ എത്തി. പട്ടം താണുപിള്ള 2ാം കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയുമായി. അന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ ആണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. പട്ടത്തിനെതിരെ ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ കർഷക പ്രക്ഷോഭം നടക്കുന്ന കാലമായിരുന്നു. തൃശൂരിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ സുരക്ഷാ ചുമതല അന്ന് ഒറ്റപ്പാലം സബ് കളക്ടർക്കായിരുന്നു. സുരക്ഷാ മുന്നറിയിപ്പ് വകവയ്ക്കാതെ തൃശൂരിൽ സാഹിത്യ അക്കാദമി പരിപാടിക്ക് എത്തിയതാണ് പട്ടം താണുപിള്ള. രാമനിലയത്തിലേക്ക് കാർ കയറുമ്പോൾ കനത്ത കല്ലേറ്. മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ തന്നെ ഒരു കല്ലുകൊണ്ടു. ഉമ്മൻചാണ്ടി അല്ല കല്ലേറുകൊണ്ട ആദ്യ മുഖ്യമന്ത്രി, അത് പട്ടമാണ്. ആ കല്ലിന്റെ പേരിൽ അക്കാദമി പരിപാടി കലങ്ങി, സുരക്ഷ പാളി. രാമനിലയത്തിൽ ഇരുന്നു തന്നെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി പട്ടം മലയാറ്റൂരിനെ പുറത്താക്കാൻ നിർദ്ദേശിച്ചു. തിരികെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും പക്ഷേ പട്ടത്തെ കോൺഗ്രസുകാർ പഞ്ചാബ് ഗവർണറാക്കി മാറ്റിയിരുന്നു. R. ശങ്കറിനെ മുഖ്യമന്ത്രിയായും തീരുമാനിച്ചു. അതോടെ മലയാറ്റൂരിനെതിരായ നടപടി ഉണ്ടായില്ല. അന്ന് പട്ടം നിർദ്ദേശിച്ച് DGP തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ മലയാറ്റൂർ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കണ്ട് മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം ആസൂത്രണം ചെയ്തു എന്നുവരെ ഉണ്ടായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനമൊക്കെ വർഷങ്ങൾ അന്വേഷിച്ചാൽ മാത്രം തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ പൂരം കലക്കാൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്, ഭീകര പ്രവർത്തനം പോലുമാണ്. കാരണം പൂരത്തിനിടെയുണ്ടാകുന്ന ഏറ്റുമുട്ടൽ ഒരു കലാപം തന്നെയായി മാറാം. സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയാണ് അട്ടിമറിക്കപ്പെടുന്നത്. അവിടേക്ക് പ്രത്യേക ആംബുലൻസിൽ വന്നിറങ്ങുന്നതിന് വഴിയൊരുക്കിയത് ഒരു സ്ഥാനാർത്ഥിക്കാണ്. ആ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. ശരിക്കും രാഷ്ട്രീയ ഭീകര പ്രവർത്തന കുറ്റം തന്നെയാണ് ADGPക്ക് മേൽ ആരോപിക്കപ്പെടുന്നത്. അതൊരു യുദ്ധക്കുറ്റം പോലെ അതീവ ഗുരുതരവുമാണ്. നടപടി സ്വാഭാവികം എന്നല്ലാതെ മറ്റൊന്നും ഈ നിമിഷം പറയാനില്ല. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.